എന്നും അതിജീവിതയ്ക്കൊപ്പം എന്ന് വിശദീകരിച്ചാണ് ആ ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റിൽ മാറ്റം വരുത്തിയത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ എന്ന വിമർശനം തുടരുന്നുണ്ട്. അതിജീവിത എന്തുകൊണ്ട് പരാതി ഇത്രനാൾ നൽകിയില്ല, എന്തുകൊണ്ട് കേസെടുത്തില്ല എന്നതിൽ ദുഃഖമെന്നും വിശദീകരണം. ആർ ശ്രീലേഖ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനൊരു കേസ് എടുത്തു കഴിഞ്ഞ ഒരു ശബരിമലയുടെ ഇഷ്യൂവിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണോ എന്നുള്ളത് ഇപ്പോഴും എൻ്റെ ഒരു സംശയമാണ്, നിലനിൽക്കുന്നുണ്ട്. അത് വൈകിയതിൻ്റെ ഒരു പ്രതിഷേധം. ഇത്രയും വൈകാൻ പാടില്ലായിരുന്നു. സമയം എന്ന് പറയുന്ന പ്രധാനമാണ്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയം. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിൽ എന്ത് തെറ്റാണ് കാണുന്നത്? വേണ്ട ആവശ്യമില്ല. കാരണം ഇത് സുവമോട്ടോ ആയിട്ട് എടുക്കാവുന്ന കേസാണ്. ഒരു പരാതി ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ഉന്നയിച്ചോ അതിനെപ്പറ്റി അറിയുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ കേസ് എടുക്കാം. അത് പോലീസ് എന്തുകൊണ്ട് ചെയ്തില്ല, എന്തിനാണ് ഇത്രയും ലേറ്റ് ആയിട്ട് അത് മുഖ്യമന്ത്രിക്ക് കൊടുത്താലേ ഞങ്ങൾ കേസ് എടുക്കുകയുള്ളൂ എന്നുള്ളൊരു നിലപാട് പോലീസ് എടുത്തതിന്റെ എതിരെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇതിപ്പോ ഒരു പൊളിറ്റിക്കൽ മോട്ടീവായിട്ട് ഈ കേസ് പരാതി കൊടുത്തു എന്ന് കരുതുന്നുണ്ടോ? സിഎമ്മിന് നേരിട്ട് കൊടുത്തുണ്ട്. ഈ ഒരു സമയം നമ്മുടെ ഇലക്ഷന്റെ സമയമാണല്ലോ, തിരഞ്ഞെടുപ്പിന്റെ സമയം. അപ്പൊ നാടിന്റെ വികസനം മുൻനിർത്തി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഈ ഒരു പ്രചരണ വേളയിൽ നാട് വികസിക്കണം, നല്ലതാണോ, എല്ലാം നല്ലതാവണം എന്നുള്ളൊരു ചിന്തയിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ഉള്ള ഒരു മനസ്സിലൊരു ചെറിയ രോഷം ഉയർന്നു വരുന്നില്ലേ? അപ്പൊ അത് ഈ വിക്ടിം പരാതി കൊടുക്കാനും വൈകിയതിൽ താങ്കൾ എന്തെങ്കിലും ഒരു ഇത് കാണുന്നുണ്ടോ, ഒരു ഇഷ്യൂ കാണുന്നുണ്ടോ? ഇല്ല, വൈകിയെന്നല്ല, വിക്ടിമിന്റെ പരാതിയെ ആവശ്യമുണ്ടായിരുന്നില്ല. അത് നേരത്തെ തന്നെ പോയി പോലീസ് കേസെടുത്ത് വാങ്ങേണ്ടതായിരുന്നു. FI സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഒരു വിക്ടിം ഒരു ചൂഷണം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അതിന്റെ ഒരു പരാതി പുറത്തു വരുന്ന ആ സമയം തന്നെ പോലീസ് കേസെടുത്ത് പെൺകുട്ടി FI സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ തയ്യാറായത് കൊണ്ടല്ലേ ഇത്ര നീണ്ടുപോയത്? അത് തയ്യാറാവുമായിരുന്നു. ഒരു പോലീസ് സുവമോട്ടോ ഒരു കേസ് എടുത്തിരുന്നെങ്കിൽ, വനിതാ പോലീസ് പോയി അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ കേസ് എടുക്കുമായിരുന്നു. ഇത്രയും നാൾ കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു. ഇത് ഈ കാത്തിരിക്കുന്നത് എന്തോ ഒരു നമ്മുടെ പ്രതിക്ക് എന്തോ സഹായം ചെയ്തു കൊടുക്കുന്ന പോലെയാണ് തോന്നിയത്. അയാൾ ഓടി ഒളിക്കാനും ഫോൺ ഓഫ് ചെയ്തിട്ട് പോകാനും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനും സഹായം കൊടുക്കുന്ന പോലെയുള്ള ഒരു നടപടിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് അതിൽ പരാതിക്കാരി പോലീസ് പലവട്ടം സമീപിച്ചിട്ട് അവർ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ അവർ തയ്യാറായത് പേരയ്ക്കൊപ്പമാണെന്ന് മാഡം പറയുമ്പോഴും ഇപ്പോൾ അവർ തയ്യാറായത് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അത് തയ്യാറായല്ലോ എന്നതിലൊരു സമാധാനമേ ഉള്ളൂ. ഇപ്പോഴെങ്കിലും ആ കുട്ടി തയ്യാറായിട്ട് മുന്നോട്ട് വന്നല്ലോ, ഇനിയെങ്കിലും നീതിയും ന്യായവും നടപ്പാവട്ടെ.